4-നാണ് വിധി വരുന്നത്. പക്ഷേ കോൺഗ്രസിൽ അടിക്ക് ഒരു കുറവുമില്ല. പെട്ടിപൊട്ടിക്ക് മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി പിടിവലിയും തമ്മിലടിയും രൂക്ഷമാണ് കോൺഗ്രസിൽ. മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തമ്മിലടി തീരാതെ കോൺഗ്രസ്. കെ.സി. വേണുഗോപാലിനായി ചരടുവലി തുടർന്ന് കെ. സുധാകരൻ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ വെട്ടിയാണ് രംഗത്തിറങ്ങാനുള്ള കെ.സി. പക്ഷത്തിന്റെ നീക്കം. എന്നാൽ വിഷയം തലവേദനയായതോടെ നേതാക്കളുടെ പരസ്യ പ്രതികരണം വിലക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. വിവരങ്ങളുമായി രഞ്ജിത്ത് അമ്പാടി ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ രഞ്ജിത്ത്, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ സജ്ജമാക്കിയാണ്, ഒരു ഹൈടെക് രീതിയിലാണ് വി.ഡി. സതീശന്റെ വിഭാഗം മുന്നോട്ട് പോകുന്നത്. അതിൽ പിടിച്ചു നിൽക്കാൻ കെ.സിക്കും ഒപ്പം ചെന്നിത്തല വിഭാഗങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? മാസങ്ങൾക്ക് മുൻപ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ പോര്. അതുപോലെ എല്ലാ സീമകളും ലംഘിച്ച് കഴിഞ്ഞിരിക്കുന്നു. പരസ്പരമുള്ള പോർവിളികൾ, പരസ്പരം 3 നേതാക്കന്മാരെയും, രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും പിന്തുണയ്ക്കുന്ന ആളുകൾ അവരുടെ ഗ്രൂപ്പുകളിലൂടെ, സോഷ്യൽ മീഡിയ പേജുകളിലൂടെ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയാണ് തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രിയാകണമെന്നുള്ള പ്രചരണം നടത്തുന്നത്. എന്നാൽ അതിനിടെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു. കെ. സുധാകരൻ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ചോദിച്ചിരിക്കുന്നു, ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരിക്കുന്നു. മെയ് മാസം 4-ാം തീയതിക്ക് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാനാണ് കെ. സുധാകരന്റെ നീക്കം. ഈ നീക്കത്തിന് പിന്നിൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് അഭ്യർത്ഥിക്കാനാണ് ഈ കെ. സുധാകരൻ ഡൽഹിയിലേക്ക് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിനോട് ഒപ്പമുള്ള അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിട്ട് കെ. സുധാകരൻ കണ്ടിരുന്നു. അന്നും ഖാർഗെയോടും ഈ ആവശ്യം തന്നെയാണ് കെ. സുധാകരൻ ഉന്നയിച്ചത്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യൻ കെ.സി. വേണുഗോപാലാണ് എന്നാണ് കെ. സുധാകരന്റെ താല്പര്യം, കെ. സുധാകരന്റെ നിലപാട്. എന്തായാലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വെട്ടുക എന്നുള്ളത് മാത്രമാണ് കെ. സുധാകരന്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് കെ. സുധാകരൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി എന്നുള്ളത് കെ.സിയിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചുവിടുക. കെ.സിക്ക് ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുള്ളത് നമുക്കറിയാം. ഏറ്റവും അധികം രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകൾ പരസ്പരം മുഖ്യമന്ത്രി കസേരയ്ക്കായി ഒരു തമ്മിലടി ഉണ്ടാക്കുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഹൈക്കമാൻഡിന്റെ താല്പര്യത്തോടു കൂടി കെ.സി. വേണുഗോപാൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി ഒരു കളമൊരുക്കുക എന്നുള്ളതാണ് കെ. സുധാകരൻ തന്റെ ഈ ഇപ്പോഴത്തെ നിലപാടുകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനിടയിൽ പരസ്യ പ്രതികരണം നേതാക്കന്മാർ നടത്തരുത് എന്നുള്ള നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് കേരളത്തിലെ നേതാക്കന്മാർക്ക് പരസ്യമായ ശാസന നൽകിയിരിക്കുന്നത്. കെ.സി.യാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഇന്ത്യയെ പിന്നെ ആര് രക്ഷിക്കും എന്നതാണ് പ്രശ്നം. എത്രയെത്ര സംസ്ഥാനങ്ങളിലെ വാർ റൂമുകളാണെന്നറിയുമോ? പിന്നെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ അനാഥമായി മലർക്കെ തുറന്നു കിടക്കാൻ പോകുന്നത്.